നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊളറാഡോക്കെതിരെ ലിയോ മെസ്സിയുടെ ഇരട്ട ഗോളുകളുടെ ബലത്തിലാണ് ഇന്റർ മയാമി ജയിച്ച് കയറിയത്. ശരിക്കും പറഞ്ഞാൽ കളിയിൽ മയാമിയേക്കാൾ മികച്ച പ്രകടനം കൊളറാഡോ നടത്തി. എന്നിട്ടും മയാമി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ലയണൽ മെസ്സിയാണ്. ഇപ്പോൾ അവരുടെ പുതിയ കോച്ച് ഗുയർമോ ഹൊയോസ് പറയുന്നു, കളിക്കളത്തിൽ തന്നെ ഉണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് കോച്ച്. ദി ബെസ്റ്റ് കോച്ച് ഇൻ ദി വേൾഡ് ഈസ് ഓൺ ദി ഫീൽഡ്. കളിക്കളത്തിൽ തന്നെ ഉണ്ട് ലോകത്തെ ഏറ്റവും മികച്ച കോച്ച്. അത് മറ്റാരുമല്ല, ലയണൽ മെസ്സിയാണ്. ഞങ്ങളിവിടെ ജസ്റ്റ് ഗൈഡുമാർ മാത്രമാണ് എന്നാണ് പുതിയ കോച്ച് പറയുന്നത്. മസ്ട്രാന പോയതിന് ശേഷം അതുവരെ സ്പോർട്ടിംഗ് ഡയറക്ടർ പോസ്റ്റിലുണ്ടായിരുന്ന ആളെ അവർ കോച്ചാക്കിയതാണ്. ഏതായാലും മെസ്സിയെക്കുറിച്ച് തീർത്തും വ്യത്യസ്തമായ രൂപത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച കോച്ച്, പക്ഷെ അദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ കോച്ചുമാരുടെ കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നവർ ഒരു ഗൈഡുമാർ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും എത്ര നാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ പരിശീലക സ്ഥാനത്ത് ഇരിക്കാൻ കഴിയും എന്നുള്ളത് കണ്ടറിയണം. നിലവിലെ അവസ്ഥയിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒക്കെ സമയത്ത് തന്നെ പുതിയ കോച്ചിനെ മയാമി വച്ചേക്കുമെന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ വേറെ ചില സംഭവവികാസങ്ങൾ കൂടി ഈ കളിയിലുണ്ടായി. യാനിക് ബ്രൈറ്റന് റഫറി റെഡ് കാർഡ് കൊടുത്തു. അതെന്തിന്? വളരെ പെട്ടെന്ന് തന്നെ റഫറി അതിൽ ഇടപെട്ടൊരു റെഡ് കാർഡ് കൊടുത്താണ്. എന്താണ് സംഭവം എന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പിന്നീട് അവരുടെ കോച്ച് പറയുന്നത് കേട്ടു. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിൽ വിഷയം പുറത്തു വിടുന്നുണ്ട്. ഏതൊരു താരത്തിനെ നോക്കി വളരെ മോശമായ ചില വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് റേസിസ്റ്റ് സ്ലറാണ് അവിടെ ഉപയോഗിച്ചത് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അത് റഫറി നേരിട്ട് കേട്ടു. അതിനാണ് റഫറി ആ റെഡ് കാർഡ് ഇമ്മീഡിയറ്റ്ലി കൊടുത്തത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഇതിലിനി എന്ത് ഫൈനൽ തീരുമാനം വരും എന്നുള്ളത് കണ്ടറിയണം. എൻ വേർഡാണ് ഉപയോഗിച്ചത്. അത് ഇനിയിപ്പോൾ ഞാൻ വിശദീകരിച്ച് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എൻ വേർഡാണ് ഉപയോഗിച്ചത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും അതോടൊപ്പം തന്നെ ലിയോ മെസ്സിയുടെ സാന്നിധ്യം എതിർ ടീമുകൾക്ക് എത്രത്തോളം സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാക്കുന്നു എന്നുള്ളത് കൂടി ഇന്നത്തെ കളിയിൽ വ്യക്തമായി. അതായത് കൊളറാഡോ സിറ്റിയുടെ കാര്യത്തിൽ, കൊളറാഡോ റാപ്പിഡ്സ് അവരുടെ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു റെക്കോർഡാണ് അറ്റൻഡൻസിൽ സംഭവിച്ചിരിക്കുന്നത്. 75,824 പേര് ഇന്ന് കളി കാണാനെത്തി. അതൊരു റെക്കോർഡാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.